യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. ഇന്ന് മെസ്സേജ് കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ ശക്തിയാൽ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. ദൈവനാമത്തിൽ നന്ദി പറയുന്നു. കാരണം കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അവിടെയൊക്കെ പിതാവായ ദൈവം അനുഗ്രഹിക്കുമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് തരുന്ന സന്ദേശം. നമ്മുടെ കർത്താവിനോട് നമുക്ക് എന്നും എപ്പോഴും നന്ദിയുള്ള ദൈവമക്കളായി മുന്നോട്ട് സഞ്ചരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോരായ്മകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും ദൈവസന്നിധിയിൽ എന്നും എപ്പോഴും എളിമപ്പെട്ട് അവിടുത്തെ പൈതലായി ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. പ്രത്യേകിച്ച് ഇന്നത്തെ സുപ്രഭാതം ദൈവം നമുക്ക് തന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. അതുപോലെ ഇന്നത്തെ സുപ്രഭാതം മുതൽ സായാഹ്നം വരെയുള്ള എല്ലാ കാര്യങ്ങളും തമ്പുരാൻ കർത്താവ് ഒരുക്കി തന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ ഇന്ന് പ്രധാനമായിട്ടും ബ്രദർ കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ പരിശുദ്ധാത്മാവ് തന്ന 3 തിരുവചനത്തെക്കുറിച്ചാണ് ഇന്ന് ദൈവമക്കൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം പ്രവർത്തിക്കും. ദൈവവചനത്തിന് നമ്മൾ വില കൊടുത്താൽ ആ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ദൈവാരാധനയോട് കൂടി ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനകളും വിശ്വാസവും നമ്മുടെ എല്ലാ നിത്യജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും. അവിടെ ദൈവാനുഗ്രഹമുണ്ട്. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മയിലേക്കോ മറ്റ് ഗ്രൂപ്പിലേക്കോ ഫോർവേഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തന്നനുഗ്രഹിക്കും. കാരണം ദൈവവചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരെയും ദൗത്യം. ഇമ്മാനുവൽ ബ്രദറിനെ സംബന്ധിച്ചിട്ട് എനിക്ക് കർത്താവിൻ്റെ വചനം ഒരു ദിവസം പറയണം, ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം സന്തോഷം കിട്ടുന്നില്ല. കാരണം കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാനുള്ളതാണ്, നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ളതാണ്. അതുപോലെ പ്രാർത്ഥന കൂട്ടായ്മയെ കാര്യങ്ങൾ അവിടെയൊക്കെ ദൈവവചനത്തിൻ്റെ ശക്തി വ്യാപരിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഭക്ഷ്യ വിഭവങ്ങളും ധാന്യമണികളും ഒക്കെ നിങ്ങളുടെ എന്താണുള്ളത് അവിടേക്ക് അനുഗ്രഹം വർഷിക്കും കർത്താവ്. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. ഇന്ന് പ്രധാനമായിട്ട് 3 തിരുവചനങ്ങൾ. അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബ്രദറിന്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും സൃഷ്ടിച്ച 3 തിരുവചനത്തെക്കുറിച്ചാണ് ബ്രദർ പറയാൻ ആഗ്രഹിക്കുന്നത്. തിരുവചനവും അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ ശക്തിയും കൂടി ബ്രദർ ഈ സന്ദേശത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ദൈവമക്കൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി സന്ദേശത്തിൻ്റെ അവസാനം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ കർമ്മം കൂടി ഉണ്ടായിരിക്കുന്നതായിരിക്കും. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. പ്രധാനമായിട്ടും ഒന്നാമത്തെ തിരുവചനം സങ്കീർത്തനങ്ങൾ 77:14. സങ്കീർത്തനങ്ങൾ 77:14 എന്താണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്, വചനം സംസാരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, ജനതകളുടെ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ. കാരണം ദൈവമായ കർത്താവാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. അതാണ് വചനത്തിൻ്റെ പ്രധാന സാരാംശം. അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, ജനതകളുടെ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ. കാരണം ജനതകളുടെ ഇടയിൽ ഇന്നും അന്നും കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ശക്തിയും പ്രകടമാക്കി നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ ആ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാതെ കിട്ടാത്ത കാര്യത്തെ ഓർത്ത് അനുദപിക്കുന്ന, വിലപിക്കുന്ന, വിഷമിക്കുന്ന ആളുകളെയാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. നമ്മൾ അങ്ങനെയുള്ള ദൈവമക്കളാകരുത്. കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് ദൈവം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു. അതിനെ ഓർത്താണ് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം, ലഭിച്ചതിനെ ഓർത്ത് സന്തോഷിക്കാം, ലഭിച്ചതിനെ ഓർത്ത് കൃതജ്ഞതാസ്തോത്രം അർപ്പിക്കാം. കാരണം തമ്പുരാന് ആവശ്യം അതാണ്. അപ്പോൾ ഒന്നാമത്തെ തിരുവചനം സങ്കീർത്തനങ്ങൾ 77:14. ഇത് നിങ്ങൾ ശക്തമായിട്ട് 1000 തവണ ഉരുവിട്ടിട്ടും നിയോഗം വെച്ച് എഴുതിയൊക്കെ പ്രാർത്ഥിച്ചു നോക്കുക. വലിയൊരു വിടുതൽ, വലിയൊരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചൊരിയുന്നതായിരിക്കും. അതുപോലെ തന്നെ ജോബ് 5:8. ഞാനായിരുന്നെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുമായിരുന്നു, എൻ്റെ കാര്യം ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമായിരുന്നു. എന്താണ് ഞാനായിരുന്നെങ്കിൽ? നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കണമെന്നാണ് പറഞ്ഞത്. ഞാനാണെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുമായിരുന്നു. കാരണം ജോബിൻ്റെ ജീവിതത്തിലെ കുറേ കാര്യങ്ങളാണ് നമുക്കിവിടെ തരുന്നത്. അത് നമ്മുടെ ജീവിതത്തിലുള്ള കാര്യമാണ്. അപ്പോൾ ഞാനായിരുന്നെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുമായിരുന്നു, എൻ്റെ കാര്യം ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമായിരുന്നു. കാരണം ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. അതാണ് സത്യം. നിങ്ങൾ ആരാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്? ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു യാത്ര നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുക. ദൈവത്തെ അന്വേഷിച്ചാൽ ആ ദൈവം നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷനാവും. മീൻസ് എന്താണ്? ഇൻഡയറക്റ്റ്
ദൈവം ഡയറക്റ്റ് ആരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് വലിയൊരു അനുഗ്രഹമായിട്ട് നമുക്ക് കണക്കൂട്ടാം. അപ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിലുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ പ്രവൃത്തിയിലുണ്ട്. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. ആ ദൈവം നമ്മളെ വഴി നടത്തും. അപ്പോൾ എന്താണ് ജോബ് 5:8, ആയിരുന്നെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുമായിരുന്നു, ഞാൻ ആയിരുന്നു എൻ്റെ കാര്യം ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമായിരുന്നു. നമ്മുടെ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ മാത്രമേ ആ കാര്യത്തിന് ഒരു സൊല്യൂഷൻ, ഒരു ഉത്തരം ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ 3-ാമത്തെ തിരുവചനം ജോബ് 5:9, അവിടുന്ന് അഗ്രാഹ്യമായ വൻ കാര്യങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്നു. എന്താണ് അവിടുന്ന് ദൈവമായ അഗ്രാഹ്യമായ, നമുക്ക് പോലും ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും അസംഖ്യം, ഒരുപാട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് വചനം പറഞ്ഞത്. ജോബ് 5:9 പറയുന്നു, അവിടുന്ന് അഗ്രാഹ്യമായ വൻ കാര്യങ്ങളും അത്ഭുതങ്ങളും അസംഖ്യം ചെയ്യുന്നു. അവിടുന്ന് അഗ്രാഹ്യമായ വൻ കാര്യങ്ങളും അത്ഭുതങ്ങളും അസംഖ്യം ചെയ്യുന്നു. അപ്പോൾ ഈ വചനത്തിന് പ്രയോറിറ്റി കൊടുക്കണം, പ്രാധാന്യം കൊടുക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ എത്രയേറെ അനുഗ്രഹങ്ങൾ വർഷിച്ചിട്ട്, എത്രയോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വചനങ്ങളെല്ലാം നിങ്ങൾ എഴുതിയും ചൊല്ലിയും ഒക്കെ ഒന്ന് വില കൊടുത്ത് പ്രാർത്ഥിച്ച് നോക്കുക. ദൈവാനുഗ്രഹം ഉറപ്പ്, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. തമ്പുരാന്റെ കൃപക്കൊത്ത രീതിയിൽ നമുക്ക് ജീവിക്കാം. തമ്പുരാന്റെ കരുണക്കൊത്ത രീതിയിൽ നമുക്ക് ജീവിക്കുമ്പോൾ ദൈവത്തിന് പ്രതിഫലം ലഭിക്കും. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. ഈ 3 തിരുവചനവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനത്തിന്റെ ശക്തി ജോബ് 5:8, ജോബ് 5:9, സങ്കീർത്തനങ്ങൾ 77:14, ഈ 3 തിരുവചനത്തിന്റെ ശക്തി ഈ മക്കളെല്ലാവർക്കും കുടുംബത്തിൽ ശക്തമായിട്ട് വ്യാപരിക്കട്ടെ. കർത്താവിന്റെ വലിയൊരു സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും ജീവിത ശൈലിയിലും നിറവേറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങൾ, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെല്ലാം കർത്താവ് സാധിച്ചു തരുമെന്ന് വിശ്വസിക്കുക. വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും, ദൈവം പ്രവർത്തിക്കും. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. ദൈവമായ കർത്താവേ, ഈ സുപ്രഭാതത്തിൽ അങ്ങയുടെ 3 തിരുവചനം പറയാൻ അവസരം തന്നത് ഇതിനോട് ഞാൻ സ്വർഗീയ പിതാവിനോട് നന്ദി പറഞ്ഞു, പരിശുദ്ധ അമ്മ മാതാവിനോട് നന്ദി പറഞ്ഞു, പരിശുദ്ധാത്മാവിനോട് നന്ദി പറയുന്നു. ഈശോയെ, ഞാൻ അങ്ങയോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിനോർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വമായ കർത്താവ്. ഈ മെസ്സേജ് എല്ലാ മക്കൾക്കും അനുഗ്രഹമായി തീരട്ടെ. യേശുവേ ആരാധന. ഹാലേലുയാ, ഹാലേലുയാ, ഹാലേ